നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമ എടുത്തു. ആരെങ്കിലും സിനിമ എടുത്താൽ അതിൽ കത്രിക വെക്കാൻ കാത്തിരിക്കുന്നൊരു വിഭാഗമുണ്ടല്ലോ, സെൻസർ ബോർഡ്. ഈ യാതൊരു സെൻസുമില്ലാത്ത വിഭാഗത്തിനെയാണോ സെൻസർ ബോർഡ് എന്ന് വിളിക്കുന്നത് എന്നിവർ ചോദിച്ചാൽ അവിടെ ഒരുപക്ഷെ ഉത്തരമുണ്ടായി എന്ന് വരില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായിട്ട് സെൻസർ ബോർഡ് കഥകളി എന്നതിൻ്റെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിക്കുകയുണ്ടായി. ഏപ്രിൽ 1 അവരെനിക്കത് ലെറ്റർ തന്നത്. ഏപ്രിൽ ഫൂളിന് തന്ന ഒരു കളിപ്പിക്കലാണെന്ന് ആദ്യം കരുതി, പക്ഷെ അതല്ല, അവർ വളരെ സീരിയസ് ആയിട്ടാണ് അത് പറഞ്ഞത്. അതായത് 3 ഭാഗങ്ങളാണ് എൻ്റെ സിനിമയ്ക്ക് അവർ കട്ട് ചെയ്യുന്നത് പറഞ്ഞത്. ഈ സെൻസർ ഓഫീസർ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൈജോ ഓടി നടക്കുകയാണ്. സൈജോൻ്റെ ഓട്ടം കണ്ടാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ചെയ്തൊരു സിനിമ ഒരിക്കലും അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളത് മനസ്സുകൊണ്ട് സിനിമ എന്നുള്ള കലാരൂപത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ എനിക്കതിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അഭിനയിച്ചതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഭാഗം അതിൻ്റെ ക്ലൈമാക്സാണ്. ഒരു കഥകളിക്കാരനായിട്ട് എല്ലാ വസ്ത്രങ്ങളും ഉപേക്ഷിച്ച് പുഴയിലിറങ്ങി കുളിച്ച് തിരിഞ്ഞ് നടന്നു പോണ ആ ഒരു ഭാഗം ഇല്ലെങ്കിൽ ഞാനെന്ന നടൻ ആ സിനിമയിലില്ല. സിനിമാ സംവിധായകർ നേരിടുന്ന പ്രതിസന്ധി വളരെ സജീവമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതീകാത്മകമായ ഒരു ഇടപെടൽ ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ ഒന്ന് പറയട്ടെ, കല എപ്പോഴും നിയമത്തെ വെല്ലുവിളിക്കുന്നതാണ്. നിയമമായി അനുസരിക്കാതെ നിയമത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് കല ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കലാരംഗവുമായി ബന്ധപ്പെട്ടവരാണ്. ഞങ്ങളകത്തേക്ക് കടക്കാതിരിക്കാൻ നിയമം ഈ വാതിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസാണിത്. ഞങ്ങളുടെ ചിത്രങ്ങളുമായി ഞങ്ങൾ ഇങ്ങോട്ടാണ് കയറി പോകുന്നത്. ഒരു അക്രമം നടക്കുമെന്നുള്ള ഭീതിയിൽ പോലീസിനെ അറിയിക്കുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് നിൽക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിൽപ്പാണ്. ഞങ്ങളുടേത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഇരിപ്പുമാണ്. നിയമത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഇരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾക്ക് കൃത്യമായി ദൃശ്യഭാഷയിലൂടെ പറഞ്ഞു തരുന്ന ഒരു സമരരംഗമാണിത്. ഇപ്പോൾ ഒരു രംഗം കാണിക്കണമെങ്കിൽ ആ കാണിക്കേണ്ടതുണ്ടോ, കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് തരാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് പകരം ഈ രംഗം കാണിക്കാൻ പാടില്ല, ഇത് കാണിച്ചാൽ ഇവിടെ ഈ കേരളം ഭൂമിയാകെ ഇടിഞ്ഞു വീഴുമെന്നുള്ള രീതിയിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നമുക്കൊക്കെ പ്രശ്നം വരുന്നത്. കാരണം കാണിക്കാൻ പാടില്ല എന്നുള്ളത് നിഷേധിക്കാനുള്ള അവകാശം ഇവർക്കുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എന്ത് കാണിക്കണം, എന്ത് കാണിക്കണ്ട എന്നുള്ളത് തീർച്ചയായും കലാകാരൻ്റെ വിവേചനാധികാരമാണ്. സിനിമയാണോ ജീവിതം അല്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. എനിക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ അവസാന നിമിഷത്തിൽ അവർ പഠിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചോദ്യം, ഇത് വർക്കലയ്ക്കടുത്ത് അധികമായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അത് ലിഗ്നൈറ്റ് എന്നാണ് അതിൻ്റെ ശരി ഉത്തരം. പക്ഷേ ഈ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി ഏതെങ്കിലും ഒരു ഉത്തരം താൻ പറയണമല്ലോ എന്ന് വിചാരിച്ച് എനിക്കറിയാം ഇതിന് ഉത്തരം ഞാൻ പറയാം. വർക്കലയ്ക്ക് ഇതിൻ്റെ ഡെപ്പോസിറ്റുകൾ അധികമായി കാണുന്നു. ആ കുട്ടി ഉത്തരം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ. ഇത് കാരണം ഞാൻ വീണ്ടും സെൻസർ ബോർഡിലേക്ക് ഒന്നുകൂടി കയറേണ്ടി വന്നു ഈ ഒരു വാചകം. അപ്പോൾ അങ്ങനെ എന്നെ നിരന്തരമായി സെൻസർ ബോർഡ്. വീണ ജോർജിന് മറ്റാരേക്കാളും പേടി പഴയ സഹപ്രവർത്തകരെ തന്നെയാണ്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. ഇരിപ്പും നടപ്പും ഉടുപ്പും എല്ലാം ക്യാമറയ്ക്ക് മുന്നിലാണ് എന്ന വളരെ വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. ട്രോളന്മാർ ട്രോളാൻ കാത്തു നിൽക്കുകയാണ് എന്നും. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന് ഗൗരിദാസൻ നായർ സാർ തുടക്കം മുതൽ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയതിന് ശേഷം ആദ്യമായി എനിക്ക് വ്യക്തിപരമായി ദുഃഖമുണ്ടായി. ഈ ഞങ്ങളിൽ ഇനി ഞാനില്ലല്ലോ എന്നാലോചിച്ച്. എന്നിരുന്നാൽ പോലും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ മാറിയ ഒരു മാധ്യമ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വ്യവസ്ഥാപിത മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും മാധ്യമ പ്രവർത്തകരായി തീർന്നിരിക്കുന്ന കാലമാണിത്. നിയമസഭയ്ക്ക് പുറത്തും നിയമസഭയ്ക്കുള്ളിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മുടെ ഓരോ പ്രവർത്തനവും ഓരോ ചലനവും
ഓരോ വാക്കും ഒരു നാക്കു പിഴവുണ്ടായാൽ വഴിയിൽ നിന്ന് ഒരാൾ നമ്മെ കൈകാണിച്ച് തിരിച്ച് അഭിവാദ്യം ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ ഉറപ്പാക്കുക യു ആർ കോട്ട് ഓൺ ക്യാമറ. നിങ്ങൾ ക്യാമറയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ മാധ്യമ സാഹചര്യം. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഇത് മൂലമുള്ള ഗുണങ്ങൾ ഏറെയാണ്. സ്വയം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജാഗ്രതയോടെ മണ്ഡലത്തിലും നിയമസഭയ്ക്കുള്ളിലും പ്രവർത്തിക്കാൻ ഈ രീതിയിലുള്ള ഒരു മാധ്യമ അന്തരീക്ഷം സഹായിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. വ്യക്തിപരമായ എൻ്റെ അനുഭവം വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം നിയമസഭയിലേക്കുള്ളിൽ വന്നപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ക്യാമറകൾ ചുറ്റുമുണ്ട്, ഓരോ ചലനവും സൂക്ഷിച്ചു വേണമെന്നുള്ളതായിരുന്നു. ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ആക്ഷേപഹാസ്യ പരിപാടികളിൽ പല MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ചലനങ്ങളും ചേഷ്ടകളും ഒക്കെ ആവർത്തിച്ചു കൊടുത്തത് മനസ്സിലൂടെ ഇങ്ങനെ പോയി. ഉറങ്ങിയതുൾപ്പെടെ ഇരുന്നപ്പോൾ പോലും ഒരു ചെറിയ ചലനം ഏതോ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. ഈ തോന്നൽ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന് 100% വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ രീതിയിൽ മാധ്യമങ്ങളുടെ മാറിയ സാഹചര്യത്തെയും പങ്കാളിത്തത്തെയും വളരെ പോസിറ്റീവായി തന്നെ വിലയിരുത്തുമ്പോൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പ്രതിഭ MLA-യോട് പറയുകയായിരുന്നു, നമ്മുടെ കുട്ടിക്കാലത്തെ പത്രങ്ങൾ വരുമ്പോൾ ഒരു പന്ത് ഗോൾ പോസ്റ്റിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ആവേശത്തോടെ നിയമസഭാ റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ട് ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നിയമസഭാ വാർത്തകളുടെ സ്പേസ് കോളം വളരെ പരിമിതപ്പെട്ടു. ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ ന്യൂസ് റൂമുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഗുരുദാസ് നായർ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഉച്ചവരെയാണ് പ്രാധാന്യം. നമ്മളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു വെക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നിഷേധിച്ചു, വോക്കൗട്ട്, ഇതെല്ലാം നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു വെച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പ്രയോറിറ്റികൾ. 1 മണി ന്യൂസിൽ തീർച്ചയായിട്ടും ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഹെഡ്ലൈനൊക്കെ നിയമസഭയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ അല്ലാത്ത സാഹചര്യം. ഞാൻ പറയുന്നത് മാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം നിയമസഭയ്ക്കുള്ളിൽ വേണ്ട എന്ന അഭിപ്രായം ശ്രീ ഗൗരിദാസ് നായർ സാർ ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ ഞാൻ പറയുന്നത് ഗൗരവതരമായൊരു റിപ്പോർട്ടിംഗ് അതുണ്ടാകണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിനോട് വിയോജിക്കാം. പ്രത്യേകിച്ച് മാധ്യമപക്ഷത്ത് നിന്നുകൊണ്ടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു വാക്ക്, ചില ചലനങ്ങൾ, ഇതൊക്കെ വളരെ റിപ്പീറ്റഡായി ന്യൂസ് ചാനലുകളിലൂടെ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ ഗൃഹപാഠത്തോടു കൂടി വന്ന് ഒരു നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു നിയമസഭാ സാമാജികൻ പങ്കാളിയാകുമ്പോൾ അത് പൊതുജനമധ്യത്തിൽ എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായവും